Hi friends, welcome to Commerce Bites. I hope you people are all doing well. So, ഇത്രയും നാൾ എൻ്റെ സ്റ്റുഡൻസിന് ഭയങ്കര ടെൻഷനായിരുന്നു. മാം നമ്മളുടെ ഹോൾ ടിക്കറ്റ് കിട്ടിയിട്ടില്ല. സാധാരണ നമ്മൾക്ക് 1 month മുന്നേ എക്സാമിൻ്റെ ഹോൾ ടിക്കറ്റ് അവൈലബിൾ ആക്കുന്നതാണ്. പക്ഷേ 1 month മുന്നേ നമുക്ക് ഹോൾ ടിക്കറ്റ് കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഓഗസ്റ്റ് 1 വരെ ഞാൻ നിങ്ങളോടൊന്ന് ക്ഷമിക്കാൻ പറഞ്ഞു. അപ്പോഴും കുട്ടികൾക്ക് ഡൗട്ടായി, മാം നമ്മുടെ എക്സാമിൻ്റെ ഡേറ്റ് ഇനി അവർ ചേഞ്ച് ചെയ്യൂ, എക്സ്റ്റെൻഡ് ചെയ്യൂ, ഞങ്ങൾ ഇത്രയും നാൾ പ്രിപ്പയർ ചെയ്തതെല്ലാം ഞങ്ങളുടെ വേസ്റ്റ് ആവുമോ നമ്മുടെ പ്രിപ്പറേഷൻ. സോ ഇന്ന് 5 o'clock നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് സുരക്ഷിതമായിട്ട് വെക്കുക. എന്നിട്ട് ഓഗസ്റ്റ് 14 നമ്മളുടെ എക്സാമിന് പൊളിക്കുക. ഓക്കെ, സോ എപ്പോഴും പറയുന്ന പോലെ ഇപ്പോൾ എന്നെ ഫോളോ ചെയ്യുന്ന പുതിയതായിട്ട് വന്നിട്ടുള്ള കുറച്ച് സ്റ്റുഡൻസിനോട് എനിക്ക് പറയാനുള്ളത്, നമ്മളുടെ കൊമേഴ്സ് ബൈറ്റ്സ് എന്ന യൂട്യൂബ് ചാനലിൽ വി ആർ ഹാവിങ് 13 പ്ലേലിസ്റ്റ്. ജസ്റ്റ് നമ്മളുടെ ആ ഒരു കൊമേഴ്സ് ബൈറ്റ്സിൻ്റെ ആ ഒരു ഐക്കണില്ലേ, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ ഹോം പേജിലേക്ക് വരും. അവിടെ നിന്ന് 2 പ്രാവശ്യം ഒന്ന് സ്വൈപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് സ്ലൈഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മുകളിൽ പ്ലേലിസ്റ്റ് എന്ന് കാണാം. അവിടെ നമുക്ക് 13 പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, ഡെയിലി ടോപ്പ് മിനി സീരീസ് മസ്റ്റായിട്ട് എൻ്റെ സ്റ്റുഡൻസ് കണ്ടിരിക്കണം എന്നെനിക്ക് 100% നിർബന്ധമുണ്ട്. കാരണം നിങ്ങളൊരു സീരിയസ് കാൻഡിഡേറ്റ് ആണ്, സിൻസിയർ കാൻഡിഡേറ്റ് ആണെങ്കിൽ മസ്റ്റായിട്ട് കണ്ടിരിക്കണം. കാരണം ആ ഒരു ഡെയിലി ടോപ്പ് മിനി സീരീസിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഒരു 95% പോർഷൻസ് ഞാൻ അങ്ങനെ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത പോർഷൻസ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലൂടെ നമ്മൾ ക്ലിയർ ആൻഡ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. 2020, 2019, 2018, 2017, 2016 അങ്ങനെ 5 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ. ഈ ഓരോ ക്വസ്റ്റ്യൻ ഞാൻ ഇയർ മെൻഷൻ ചെയ്തപ്പോഴും നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളുടെ സെറ്റിൻ്റെ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് 2 പ്രാവശ്യമാണ് അല്ലേ. ട്വൈസ് ഇൻ ദ ഇയർ ആണ് നമ്മളുടെ കേരള സെറ്റിൻ്റെ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി, അപ്പോൾ ഓരോ ഇയറിലും നമുക്ക് 2 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് അവിടെ കിട്ടുന്നത്. അപ്പോൾ അത്ര ബഞ്ച് ഓഫ് ക്വസ്റ്റ്യൻസാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾക്കുള്ള ഒരു ഗോൾഡൻ സീരീസ് ആയിട്ട് നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസ് എന്ന് പറഞ്ഞ പാർട്ട് 20 വരെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ വീഡിയോയിലും നമ്മൾ 7 ക്വസ്റ്റ്യൻസ് വെച്ച് ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഇമ്പോർട്ടൻസ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന് കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. അവിടെ തന്നെ നിങ്ങൾക്ക് 20 × 7 140 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആവുകയാണ്. എത്രത്തോളം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾ എക്സ്പേർട്ട് ആവും. എക്സ്പേർട്ട് ആയാൽ മാത്രമാണ് നമ്മൾക്ക് ഇനി വരുന്ന ഓഗസ്റ്റ് 14 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾക്ക് കാണുമ്പോൾ ഒരു പേടിയോ ടെൻഷനോ ഒന്നും ഇല്ലാതെ തന്നെ ഈസിയായി തന്നെ നമുക്ക് ആ ഒരു പേപ്പർ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോ സമയം കളയാതെ ഇന്നത്തെ നമ്മുടെ സെഷനിലേക്ക് പോകാം. ഓൺഗോയിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് 2016 ക്വസ്റ്റ്യൻ പേപ്പർ സീരീസാണ്. അതിൽ ഇന്ന് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2016 തന്നെ ജൂൺ സീരീസാണ് നമ്മൾ ഇത്ര നാളായിട്ട് നോക്കിക്കൊണ്ടിരുന്നത്, റൈറ്റ്. അതിലിപ്പോൾ ഒരു പാർട്ട് 6, 7 വരെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ജാനുവരിയുടെ പാർട്ട് 8 ആണ് നമ്മൾ നോക്കുന്നത്. അത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ടുള്ള പാർട്ട് തന്നെയാണ് ഇട്ടു പോകുന്നത്. കാരണം നമ്മൾ സെയിം പ്ലേലിസ്റ്റ് തന്നെയാണ് ഇടുന്നത്. 2016 ക്വസ്റ്റ്യൻ പേപ്പർ സീരീസ് എന്ന പ്ലേലിസ്റ്റിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നതുകൊണ്ട് പാർട്ട് 8 തന്നെയാണ് ഇടുന്നത്. ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് 6 questions in total. So let's check it out. So the first question is, immediate outcome of teacher learning process is. ഒരു ടീച്ചർ ലേണിംഗ് പ്രോസസ്സിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഔട്ട്കം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഓപ്ഷൻസിലേക്ക് വേഗം പോവാം. ഓപ്ഷൻ എ, ഡെവലപ്മെൻറ്റ് ഓഫ് ടോട്ടൽ പേഴ്സണാലിറ്റി ഓഫ് എ സ്റ്റുഡൻറ്റ്. ഓപ്ഷൻ ബി, ചേഞ്ച് ഇൻ ബിഹേവിയർ ഓഫ് സ്റ്റുഡൻറ്റ്സ് ആൻഡ് ഡിസൈറബിൾ ഡിറക്ഷൻ. ഓപ്ഷൻ സി, building character of student. and option D, getting selected for a suitable job. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, ഇതുപോലത്തെ ഒരു പ്രോബ്ലം ബേസ്ഡ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തായാലും എക്സ്പെക്റ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഫോർ ഷ്യൂർ, 100% ഷ്യൂർ. അപ്പോൾ നിങ്ങളിവിടെ സെലക്ട് ചെയ്യേണ്ടത് ഏറ്റവും ആപ്റ്റായിട്ട് അപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷൻ നോക്കിയിട്ട് എന്താണോ ഏറ്റവും കൂടുതൽ ആപ്റ്റ് ആവുന്നത് എന്നുള്ളൊരു ഓപ്ഷൻ വേണം നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട്. ഓക്കെ, സോ ഇവിടെ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എന്താ, ഇമ്മീഡിയറ്റ് ഔട്ട്കം ഓഫ് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ്. ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് കണ്ടക്ട് ചെയ്തിട്ട് അപ്പോൾ തന്നെ കിട്ടുന്ന നമ്മളുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്കം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ വിതൗട്ട് നോ ഡൗട്ട് വി ക്യാൻ ടെൽ ദാറ്റ് ഓപ്ഷൻ ബി വിൽ ബി ദ കറക്റ്റ് ആൻസർ, ചേഞ്ച് ഇൻ ബിഹേവിയർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ഡിസൈർഡ് ഡയറക്ഷൻ. നമ്മൾക്ക് എങ്ങനെയാണോ കുട്ടിയുടെ ബിഹേവിയർ ചേഞ്ച് ചെയ്യേണ്ടത് അതുപോലെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നാണ് ഈ ഒരു ക്വസ്റ്റ്യനിലും പറഞ്ഞിട്ടുള്ളത്.
അതായത് ദ ഇമ്മീഡിയറ്റ് ഔട്ട്കം ഓഫ് എ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ്. അല്ലാതെ ഇപ്പോൾ ഡെവലപ്മെൻറ്റ് ഓഫ് എ ടോട്ടൽ പേഴ്സണാലിറ്റി ഓഫ് എ സ്റ്റുഡൻറ്റ്, അത് ഇറ്റ്സ് എ പാർട്ട്. ഒരു പരിധിവരെ ഇത് ശരിയാണ്, പക്ഷേ അത് ഡിപ്പെൻഡ് ഓൺ ആ സ്റ്റുഡൻറ്റ്. ഒരു സ്റ്റുഡൻറ്റിനെ ബാക്കി നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു സ്റ്റുഡൻറ്റിനാണ് ആ ഒരു പോയിൻ്റ് മോസ്റ്റ്ലി വരുന്നത്. ഒരു ടീച്ചർക്ക് ഒരു പരിധി വരെയല്ലേ ഒരു കുട്ടിയുടെ പേഴ്സണാലിറ്റീനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇറ്റ്സ് ട്രൂ. ഓക്കെ, സോ അപ്പോൾ ഫസ്റ്റ് പോയിന്റിൽ പറയുമ്പോൾ അത് കുറച്ചും കൂടെ ഒരു സ്റ്റുഡൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടൊരു പോയിൻ്റായി മാറും. ഇനി ഓപ്ഷൻ സി പറഞ്ഞത് ബിൽഡിംഗ് ക്യാരക്ടർ ഓഫ് എ സ്റ്റുഡൻറ്റ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഡെവലപ്മെൻറ്റ് ഓഫ് ടോട്ടൽ പേഴ്സണാലിറ്റി ഓഫ് എ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നതും ബിൽഡിംഗ് ക്യാരക്ടർ ഓഫ് എ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നതും ഏകദേശം സിമിലർ ആയിട്ടുള്ള 2 പോയിൻറ്റ്സ് ആണ്. അപ്പോൾ തന്നെ നമുക്ക് ആ 2 പോയിൻറ്റ്സ് എലിമിനേറ്റ് ചെയ്യാം, റൈറ്റ്. ഇനി ഓപ്ഷൻ ഡിയിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? ഗെറ്റിംഗ് സെലക്റ്റഡ് ഫോർ എ സ്യൂട്ടബിൾ ജോബ്. നമ്മളുടെ കോളേജിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് കിട്ടിയിട്ട്, ആ ഒരു പോയിൻറ്റുമല്ല. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ഇമ്മീഡിയറ്റ് ഔട്ട്കം ഓഫ് എ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് എന്നാണ്. ആൻഡ് ദാറ്റ് വിൽ ബി ദ ആൻസർ ഓപ്ഷൻ ബി, ദാറ്റ് ഇസ് ചേഞ്ച് ഇൻ ദ ബിഹേവിയർ ഓഫ് എ സ്റ്റുഡൻറ്റ് ഇൻ എ ഡിസയറബിൾ ഡിറക്ഷൻ. ആസ് എ ടീച്ചർ നമ്മൾക്ക് എങ്ങനെയാണോ സ്റ്റുഡൻസിന് വേണ്ടത് ആ ഒരു രീതിയിൽ നമ്മൾക്ക് കുട്ടികളെ മാറ്റിയെടുക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. Okay, so moving to the next question, which of the following is changed to create in a revised Bloom's taxonomy? സോ ബ്ലൂംസ് ടാക്സോണമി എൻ്റെ സ്റ്റുഡൻസിന് എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം. ഈവൻ ദോ ഞാൻ പറയാണ്, നിങ്ങൾ ഈ ഒരു ടോപ്പിക്ക് നോക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് നോക്കണം. കാരണം ഞാൻ അത്ര റിപ്പീറ്റ് ചെയ്ത് പറയാനുള്ള റീസൺ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഹൗ ഇമ്പോർട്ടൻറ്റ് ദിസ് ടോപ്പിക് ഇസ് എന്നുള്ളത്. എൻ്റെ പുതിയ സ്റ്റുഡൻസിനോടും എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡെയിലി ടോപ്പ് മിനി സീരീസ് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഒരു സീരീസ് നോക്കിയിട്ടില്ലെങ്കിലും മസ്റ്റായിട്ട് ഡെയിലി ടോപ്പ് മിനി സീരീസ് നോക്കണം. കാരണം ആ ഒരു സീരീസിൽ നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങൾക്ക് പാസ്സാവാനുള്ള എല്ലാ ടിപ്സും ട്രിക്സും എല്ലാ പോയിൻറ്റ്സും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനിയുള്ള 10 ദിവസമെങ്കിലും നിങ്ങൾ കഷ്ടപ്പെട്ട് ട്രൈ ചെയ്താൽ മാത്രമേ നിങ്ങളുടെ എക്സാമിന് നിങ്ങൾക്ക് ക്രാക്ക് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അണ്ടർസ്റ്റാൻഡ്? സോ ബ്ലൂംസ് ടാക്സോണമിയിൽ നമ്മൾ 3 സെക്ഷനായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ആ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ നമ്മളിങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് പറയുന്നത്. ഓക്കെ, സോ അത് 3 സെക്ഷനായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ, ആ 3 സെക്ഷൻ എന്ന് പറയുന്നത് 3 ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് ആയിട്ടാണ്. കോഗ്നേറ്റീവ്, അഫക്റ്റീവ് ആൻഡ് സെൻസറി ഡൊമെയിൻ എന്ന് പറഞ്ഞ 3 സെക്ഷനായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ട്രയാങ്കുലർ പിരമിഡിൽ നമുക്ക് വരുന്ന പോയിൻറ്റ്സ് ആണ് ക്രിയേറ്റ്, ഇവാലുവേറ്റ്, അനലൈസ്, അപ്ലൈ, അണ്ടർസ്റ്റാൻഡ് ആൻഡ് റിമെമ്പർ. ഞാനിത് ഡെയിലി ടോപ്പ് മിനി സീരീസിൽ പല പ്രാവശ്യം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതെങ്ങനെ പഠിക്കണം എന്നുള്ളൊരു നിമോണിക് കൂടി ഞാൻ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. CEA2UR എന്നുള്ള ആ ഒരു നിമോണിക് പാറ്റേൺ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പോയിൻറ്റ്സ് സുഖമായി തന്നെ ഓർക്കാൻ പറ്റും. ക്രിയേറ്റ്, ഇവാലുവേറ്റ്, അനലൈസ്, എ തന്നെ 2 ഉണ്ട്. അതുകൊണ്ട് തന്നെ അനലൈസ് ആൻഡ് അപ്ലൈ എന്നുള്ളത് നമ്മൾ A² ആയിട്ടിട്ടു. പിന്നെ UR കൊണ്ട് ഉദ്ദേശിക്കുന്നത് അണ്ടർസ്റ്റാൻഡ് ആൻഡ് റിമെമ്പർ. പിന്നെ ഇപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്ലൂംസ് ടാക്സോണമിയുടെ റിവൈസ്ഡിൽ വരുന്ന ക്രിയേറ്റ് എന്ന് പറഞ്ഞ് ഇപ്പോൾ നമ്മൾ മെൻഷൻ ചെയ്ത ഈ ഒരു പോയിന്റില്ലേ, അത് ഏത് സെക്ഷനിലേക്കാണ് ഈ ബ്ലൂംസ് ടാക്സോണമിയിൽ വരുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ അതും ഞാൻ ക്ലിയർ ആയിട്ട് തന്നെ ഡെയിലി ടോപ്പ് മിനി സീരീസ് ഐ തിങ്ക് ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്രാവശ്യം ഈ ഒരു സെക്ഷനിൽ നിന്ന് മസ്റ്റായിട്ട് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം എന്നുള്ളൊരു സെക്ഷനാണത്. ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഹോൾ സെക്ഷൻ ഞാൻ എടുക്കുന്നില്ല. ജസ്റ്റ് ഞാൻ ആ പോയിന്റ് മാത്രം വേഗം പറഞ്ഞു പോകുന്നുള്ളൂ. സോ ക്രിയേറ്റ് എന്ന് പറയുന്ന പോയിന്റ് മോസ്റ്റ്ലി സ്യൂട്ട് ആവുന്നത് സിന്തസിസിൽ തന്നെയാണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഈ 4 ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന 4 ഓപ്ഷനെ പറ്റി ഞാൻ വേഗം ഒന്ന് പറഞ്ഞു പോകാം. ഫസ്റ്റ് വൺ ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അറ്റ് ദ എൻഡ് വരുന്നതാണ്. ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? ക്രിയേറ്റ് എന്നുള്ളതാണ്. ക്രിയേറ്റ് എന്ന് പറയുമ്പോൾ സിന്തസിസിൻ്റെ മീനിങ് എന്താ? ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ള മീനിങ് തന്നെയാണ് സിന്തസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഈ 4 ടേംസിൻ്റെ അറ്റ്ലീസ്റ്റ് ആ വേർഡിൻ്റെ മീനിങ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ സുഖമായി തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. ആ ഒരു 1 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കുകയും ചെയ്യാം. ഇനി കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത് എന്താ? നമ്മൾ കോംപ്രിഹെൻഷൻ പാസേജ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് എന്താണ് ഉദ്ദേശിക്കുന്നത്? അണ്ടർസ്റ്റാൻഡ് ദ പാസേജ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ എന്നുള്ള രീതിക്കല്ലേ അവർ ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് തരുന്നത്, കോംപ്രിഹെൻഷൻ പാസേജ് എന്ന്.
സോ കോംപ്രിഹെൻഷൻ്റെ മീനിങ് അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളതാണ്. ആൻഡ് അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? അനലൈസ് ചെയ്യുക, അവരെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുക, ഡിറ്റക്റ്റ് ചെയ്യുക, കാറ്റഗറൈസ് ചെയ്യുക, ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ള പോയിൻറ്റ്സ് എല്ലാമാണ് അനാലിസിസിൽ വരുന്നത്. സോ നിങ്ങൾക്ക് ഈ പറഞ്ഞ 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ആ 4 ഓപ്ഷൻസിൻ്റെ മീനിങ് നിങ്ങൾക്കറിയാമെങ്കിൽ സുഖമായി തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിക്കുമ്പോൾ ക്ലിയറായി തന്നെ പഠിക്കുക. ആ 4 ഓപ്ഷനും പറ്റി ഏകദേശം ഒരു ഐഡിയ ഉണ്ടാക്കി വെച്ചു കഴിഞ്ഞാൽ ഈ ഓപ്ഷൻ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനിൽ പിന്നീട് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഒരു ടേമിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഇതാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. അത് തന്നെ വലിയ കാര്യം. ഓക്കെ, സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻഡിവിജ്വൽ അറ്റൻഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് ബിക്കോസ്. ഇതും ഒരു ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, 100% ഉറപ്പ് തരാം, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും കൂടുതൽ ചോദിക്കുന്നത്. ആ ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ 5 ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ 10 ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് ഈസിയായി തന്നെ ആ മാർക്ക് സെക്യൂർ ചെയ്യാൻ പറ്റും. അതിനുള്ള എല്ലാ ടിപ്സും ട്രിക്സും ഞാൻ എൻ്റെ വീഡിയോസിൽ മെൻഷൻ ചെയ്തു പോയിട്ടുണ്ട്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വീഡിയോസ് കാണുക, അതിൽ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ള സീക്രട്ട് കോഡ്സ് അല്ലെങ്കിൽ ചീറ്റ് കോഡ്സ് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. അത് നിങ്ങളുടെ എക്സാമിന് അപ്ലൈ ചെയ്യുക. ഒരു സ്മാർട്ട് വർക്കാണ്, നമ്മൾ ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്മാർട്ട് ടിപ്പാണ്. ഓക്കെ, അങ്ങനെ മാത്രം ചിന്തിച്ചാൽ മതി. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറയുന്നത് ഇൻഡിവിജ്വൽ അറ്റൻഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് എന്നാണ്. ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ ഇൻഡിവിജ്വൽ അറ്റൻഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻസ് ഒന്ന് നോക്കാം. ഓപ്ഷൻ എ പറയുന്നത് പാരൻസ് പ്രിഫർ ഗിവിങ് സ്പെഷ്യൽ അറ്റൻഷൻ ടു ദെയർ ചിൽഡ്രൻ. പാരൻസ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് അവരുടെ കുട്ടികൾക്ക് സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കണം എന്നുള്ളത് ആ ഒരു പോയിൻ്റ് അല്ല. ഓപ്ഷൻ ബി പറഞ്ഞിരിക്കുന്നത് എന്താ? ചിൽഡ്രൻ ആർ യൂഷ്വലി അറ്റൻഷൻ സീക്കേഴ്സ്. കുട്ടികൾ കൂടുതൽ അറ്റൻഷൻ സീക്കേഴ്സ് ആണ്. ഓപ്ഷൻ സി പറയുന്നത് ടീച്ചർ ക്യാൻ കൺട്രോൾ ദി ക്ലാസ് ഇൻ ദ ബെറ്റർ വേ. ടീച്ചറിന് ക്ലാസ് നല്ല രീതിയിൽ തന്നെ ഒരു ബെറ്റർ വേയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതും. ആൻഡ് ഓപ്ഷൻ ഡിയിൽ പറയുന്നത് ചിൽഡ്രൻ ലേൺ ആൻഡ് ഡെവലപ്പ് അറ്റ് ദ ഡിഫറെൻറ്റ് റേറ്റ്. സോ ദാറ്റ് വിൽ ബി ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 4 അല്ലെങ്കിൽ ഓപ്ഷൻ ഡി വിൽ ബി ദ കറക്റ്റ് ആൻസർ. ചിൽഡ്രൻ ലേൺ ആൻഡ് ഡെവലപ്പ് അറ്റ് ഡിഫറെൻറ്റ് റേറ്റ്സ്. ഞാൻ പറയാറുണ്ട്, എൻ്റെ യൂട്യൂബ് ചാനലിലാണെങ്കിലും എന്നെ ഫോളോ ചെയ്യുന്ന ഇപ്പോൾ 150-200 സ്റ്റുഡൻസ്. ആ 200 സ്റ്റുഡൻസിൻ്റെ യുണീക്കാണ്. അവരുടെ എല്ലാവരുടെയും ആ ഒരു കപ്പാസിറ്റി, അവരുടെ ആ ഒരു IQ ലെവൽ ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വൽ അറ്റൻഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് ബിക്കോസ് ചിൽഡ്രൻ ലേൺ ആൻഡ് ഡെവലപ്പ് അറ്റ് ഡിഫറെൻറ്റ് റേറ്റ്സ്. പല കുട്ടികൾക്കുമുള്ള ആ ഒരു IQ ലെവൽ ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വൽ അറ്റൻഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ടു മൈ ഫ്യൂച്ചർ ടീച്ചേഴ്സ്, എനിക്ക് നിങ്ങളോട് പറയാനുള്ളതും അതുതന്നെയാണ്. നിങ്ങളുടെ ക്ലാസ്സിൽ പല സ്കെയിലിലുള്ള കുട്ടികളുണ്ടാവും. സോ അവർക്കൊക്കെ ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഗുഡ് ആൻഡ് നിങ്ങൾക്ക് നല്ല ഒരു റിസൾട്ട് തന്നെ കിട്ടും. ഓക്കെ, സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Errors of learners often help us to understand. ലേണേഴ്സിന് കുറച്ച് എറേഴ്സ് ഉണ്ടാവും, റൈറ്റ്? എല്ലാവരും ക്രിസ്റ്റൽ ക്ലിയർ, ബ്രില്യൻറ്റ്, 100% നോളജബിൾ ആയിട്ടുള്ള സ്റ്റുഡൻസ് ആയിരിക്കില്ല നമ്മുടെ മുന്നിലിരിക്കുന്നത്. സോ അവർക്ക് ഉണ്ടാവുന്ന എറേഴ്സ് നമ്മൾക്ക് എന്താണ് മനസ്സിലാക്കിയെടുക്കുന്നത്? ഹെൽപ്പ് us അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് ലേണേഴ്സ്. ഓപ്ഷൻ ബി ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ലേണേഴ്സ്. ഓപ്ഷൻ സി ഓൾട്ടർനേറ്റീവ് കോൺസെപ്റ്റ് ഡെവലപ്ഡ് ഇൻ ലേണേഴ്സ്. ആൻഡ് ഓപ്ഷൻ ഡി ഹൗ ചിൽഡ്രൻ ലേൺ. So here the answer will be option C, that is alternate concepts developed in learners. ലേണേഴ്സിൽ ഉണ്ടാവുന്ന എറേഴ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന 4 ഓപ്ഷൻസാണ് ഇവിടെ തന്നിരിക്കുന്നത്. കുട്ടികളുടെ എറേഴ്സ് നമ്മൾക്കൊരു സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് എ ലേണർ വെച്ച് മനസ്സിലാക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഓപ്ഷൻ ബിയിൽ പറഞ്ഞിട്ടുള്ള ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ലേണിംഗ് എന്നുള്ളൊരു പോയിൻറ്റും വളരെയധികം തെറ്റായിട്ടൊരു ഓപ്ഷനാണ്. ഇതിൽ ആപ്റ്റായിട്ട് വരുന്ന ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, ദാറ്റ് ഇസ് ഓൾട്ടർനേറ്റ് കോൺസെപ്റ്റ്സ് ഡെവലപ്ഡ് ഇൻ ലേണർ എന്നാണ്. കാരണം കുട്ടികൾ ചിലപ്പോൾ ആ സെയിം പേര് വെച്ചിട്ടുള്ള കോൺസെപ്റ്റ് ഡിഫറെൻ്റ് ആയിട്ട് വേറെ പഠിച്ചിട്ടുണ്ടാവും. സോ നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 5. വെൻ ലേണിംഗ് ഇൻ വൺ സിറ്റുവേഷൻ ഇൻഫ്ലുവൻസസ് ലേണിംഗ് ഇൻ അനദർ ദർ ഈസ് എൻ എവിഡൻസ് ഓഫ്. ഓപ്ഷൻസ് ആർ ഓപ്ഷൻ എ അവോയ്ഡൻസ് ലേണിംഗ്, ഓപ്ഷൻ ബി ലേൺഡ് ഹെൽപ്ലെസ്നെസ്, ഓപ്ഷൻ സി premise of equipotentiality, and option D
ട്രാൻസ്ഫർ ഓഫ് ട്രെയിനിങ്. സോ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ലേണിംഗ് ഇൻ വൺ സിറ്റുവേഷൻ ഇൻഫ്ലുവൻസസ് ലേണിംഗ് ഇൻ അനദർ. അതായത് ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അത് മറ്റൊരു സിറ്റുവേഷനിൽ നമുക്കത് ഇൻഫ്ലുവൻസ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു പെർട്ടിക്കുലർ സെൻറ്റൻസിൻ്റെ ടേം എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് ട്രെയിനിങ് എന്നുള്ളത് തന്നെയാണ്. കാരണം ഒരു ട്രെയിനിങ്ങിൽ അവർ പല കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും. അപ്പോൾ ട്രെയിനീസിന് ഒരു ഐഡിയ കിട്ടും, അവർക്ക് അപ്ലൈ ചെയ്യാനുള്ള നോളജും അതുപോലെ തന്നെ സ്കില്ലും ആ ഒരു ട്രെയിനിങ്ങിൽ അവർ അക്വയർ ചെയ്യും. ട്രെയിനിങ് ട്രാൻസ്ഫർ മീൻസ് ലേണേഴ്സ് ആർ ഏബിൾ ടു ട്രാൻസ്ഫർ ദെയർ നോളജ് ആൻഡ് സ്കിൽ ലേൺഡ് ഇൻ ട്രെയിനിങ് സെഷൻ ബാക്ക് ടു ദെയർ ജോബ്. അവർ ആ ഒരു ട്രെയിനിങ് സെഷനിൽ പഠിച്ചിട്ടുള്ള കുറച്ച് നോളജും സ്കില്ലും അവരുടെ ആ ജോബിൽ അവർ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അവരതിൽ കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആവുകയാണ്. അവർക്ക് അത് എഫക്റ്റീവായിട്ട് ആ ഒരു ജോബ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സോ അത് തന്നെയാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്കിവിടെ ബാലൻസ് 3 ടേം ഉണ്ട്. അതൊന്ന് ജസ്റ്റ് വേഗം ഒന്ന് പറഞ്ഞു പോകാം. അവോയ്ഡൻസ് ലേണിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് ആൻ ഇൻഡിവിജ്വൽ ലേൺസ് എ ബിഹേവിയർ ഓർ റെസ്പോൺസ് ടു അവോയ്ഡ് എ സ്ട്രെസ്ഫുൾ ഓർ അൺപ്ലസൻറ്റ് സിറ്റുവേഷൻ. അല്ലെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ അപ്പുറത്തെ വീട്ടിലൊരു പട്ടിയുണ്ട്, അപ്പോൾ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അപ്പോൾ അവിടെ നമുക്കൊരു പണി കിട്ടും എന്നുള്ളത് നമുക്കറിയാം. സോ നമ്മൾ ആ ഒരു വേ നമ്മൾ ഡൈവേർട്ട് ചെയ്യും. ഒന്നില്ലെങ്കിൽ നമ്മൾ അവർ വിളിക്കും, ഞാനിവിടെ പുറത്ത് വന്നിട്ടുണ്ട്, എനിക്ക് നിങ്ങളുടെ പട്ടിയെ കുറച്ച് പേടിയുണ്ട്, അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഗേറ്റിൻ്റെ പുറത്ത് വെയിറ്റ് ചെയ്യുക എന്ന് അവരെ വിളിച്ച് പറയും. നെക്സ്റ്റ് ടേം നമുക്ക് പറയാനുള്ളത് ലേൺഡ് ഹെൽപ്ലെസ്നെസ് ആണ്. ലേൺഡ് ഹെൽപ്ലെസ്നെസ് ഞാൻ നിങ്ങൾക്ക് ബെസ്റ്റായിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം. അതിനു മുന്നേ അത് എന്താണെന്നുള്ളത് ഞാനൊരു സിംഗിൾ ലൈനിൽ നിങ്ങൾക്ക് വേഗം പറഞ്ഞു തരാം. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ദാറ്റ് ഒക്കേഴ്സ് ആഫ്റ്റർ എ പേഴ്സൺ ഹാസ് എക്സ്പീരിയൻസ്ഡ് എ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ റിപ്പീറ്റഡ്ലി. അതായത് ഇവിടെ മെൻഷൻ ചെയ്യുന്നത് ഈ ഒരു സിറ്റുവേഷൻ വരുന്നത് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് വരുന്നത് ഇറ്റ് ഒക്കേഴ്സ് ആഫ്റ്റർ എ പേഴ്സൺ ഹാസ് എക്സ്പീരിയൻസ്ഡ് എ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ റിപ്പീറ്റഡ്ലി. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ കേരള സെറ്റ് അറ്റൻഡ് ചെയ്തു എന്ന് വിചാരിക്കൂ. നിങ്ങളിപ്പോൾ ആ ഒരു എഴുതിയ എക്സാമിൽ നിങ്ങൾ ഫെയിലായി. ഓക്കെ, ഫെയിലായപ്പോൾ നിങ്ങളാകെ സ്ട്രെസ്ഡായി, എല്ലാവരും കളിയാക്കുന്നു, നിങ്ങൾക്ക് ആകെ മൈൻഡ് ഔട്ടായി. ഞാൻ ഇത്ര പ്രിപ്പയർ ചെയ്തു, ഞാൻ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടും എനിക്കത് പറ്റിയില്ല, എനിക്കത് അച്ചീവ് ചെയ്തില്ല എന്നുള്ളൊരു വിഷമം എല്ലാവർക്കും മനസ്സിൽ തങ്ങി നിൽക്കുന്നു. പിന്നീടും നിങ്ങൾ സെക്കൻഡ് ടൈമും ഇതുപോലെ തന്നെ എഴുതി, കിട്ടിയില്ല. പക്ഷേ നിങ്ങൾ ചിലപ്പോൾ തേർഡ് ടൈമിലായിരിക്കും നിങ്ങൾക്കത് എഴുതുമ്പോൾ കിട്ടുന്നത്. പക്ഷേ അതിനു മുന്നേ നിങ്ങൾക്ക് 2 പ്രാവശ്യം എഴുതി കിട്ടിയില്ല എന്നുള്ള അവസ്ഥ കാണുമ്പോൾ തന്നെ ചിലപ്പോൾ നിങ്ങൾ അതവിടെ ഡ്രോപ്പ് ചെയ്യും. എനിക്ക് പറ്റുന്നതല്ല, എനിക്ക് കിട്ടുന്നതല്ല ഈ കേരള സെറ്റ് എക്സാം എന്ന് പറഞ്ഞ് നിങ്ങൾ അവിടെ കൺക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് കുട്ടികളെങ്കിലും 1, 2, 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് എഴുതാൻ പോകുന്നവരായിരിക്കും. അവരോടെല്ലാം എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഒരു എയിമാണ്, നിങ്ങളുടെ ഒരു ഡ്രീമാണ് കേരള സെറ്റിൻ്റെ എക്സാം അച്ചീവ് ചെയ്യുക എന്നുള്ളതുണ്ടെങ്കിൽ ചേസ് യുവർ ഡ്രീം. ഇതുവരെ നിനക്ക് കിട്ടിയില്ലേ എന്നൊക്കെ പറഞ്ഞ് ഫ്രണ്ട്സ് കളിയാക്കിങ്ങി അതെല്ലാം നിങ്ങൾ വിട്ടേക്കൂ. ഉള്ളി എയിം കേരള സെറ്റ് 2021. ഈ ഒരു എക്സാമിന് ഞാൻ എന്തായാലും പാസ്സായിരിക്കും എന്ന് മനസ്സിലും പറഞ്ഞ് പഠിപ്പിക്കുക. അപ്പോൾ നിങ്ങൾ ഡെഫിനറ്റായിട്ടും പാസ്സായിരിക്കും. എന്നെ ഫോളോ ചെയ്യുന്ന എൻ്റെ എല്ലാ സ്റ്റുഡൻസും, ഇപ്പോൾ ഒരു 200 സ്റ്റുഡൻസ് അല്ലെങ്കിൽ 300 സ്റ്റുഡൻസ് എന്നെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ, റെഗുലറായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ 300 സ്റ്റുഡൻസും പാസ് ഔട്ട് ചെയ്യണം എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. എനിക്ക് 100% വിശ്വാസമുണ്ട് അവർ പാസ്സാവുമെന്നുള്ളത്. അതുപോലെയുള്ളൊരു വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ പ്ലേസ് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ഗോള് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അത് നിങ്ങളുടെ ഡ്രീം ഗോളാണ് എന്നുള്ളത് എനിക്കറിയാം. കാരണം ഞാൻ ഈ സിറ്റുവേഷനിലൂടെ കടന്നു പോയ ഒരു വ്യക്തിയാണ്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളെ മനസ്സിലാവും, മറ്റാരും മനസ്സിലാക്കുന്നതിനും അപ്പുറമായി. ഓക്കെ, സോ ഡു ഫോക്കസ് ഫോർ യുവർ ഡ്രീം. ഓക്കെ, ആൻഡ് പിന്നെ പറഞ്ഞിരിക്കുന്ന ഒരു ടേം എന്ന് പറയുന്നത് പ്രൊമൈസ് ഓഫ് ഇക്വി പൊട്ടൻഷ്യാലിറ്റി ആണ്. ദ ഐഡിയ ഓഫ് റേറ്റ് ഓഫ് ലേണിംഗ് ആസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് കോമ്പിനേഷൻ ഓഫ് കണ്ടീഷൻഡ് ആൻഡ് അൺകണ്ടീഷൻഡ് സ്റ്റിമുലി യൂസ്ഡ് ഇൻ ക്ലാസിക്കൽ കണ്ടീഷനിങ്. ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ യൂസ് ചെയ്യുന്ന ഒരു റേറ്റ് ഓഫ് ലേണിംഗ് ആണ്, ഒരു ഐഡിയ ഓഫ് റേറ്റ് ഓഫ് ലേണിംഗ് ആണ്. ദാറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് കോമ്പിനേഷൻ ഓഫ് കണ്ടീഷൻഡ് ആൻഡ് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ്. ഇപ്പം ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നോ പ്രോബ്ലം, നിങ്ങൾ ജസ്റ്റ് ഈ ഒരു സെൻറ്റൻസ് ഒന്ന് പോസ് ചെയ്ത് ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ. അപ്പം നമ്മൾ ആ ഒരു ക്വസ്റ്റ്യനും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. മൂവിങ് ടു ദി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ പ്രൊപ്പൗണ്ടഡ് ദ എക്സ്പെക്റ്റൻസി തിയറി ഓഫ് ലേണിംഗ്? So options are option A, Victor Room, option B,
ടോൾമാൻ, ഓപ്ഷൻ സി തൊറൻഡിക് ആൻഡ് ഓപ്ഷൻ ഡി പാവ്ലോവ്. സോ ഇവിടെ നിങ്ങൾക്കറിയാം ബാലൻസ് ഓപ്ഷൻ ബി സി ഡിയിൽ പറഞ്ഞിട്ടുള്ള വ്യക്തിത്വങ്ങൾ എന്തൊക്കെ തിയറീസാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്, എന്തൊക്കെ തിയറീസാണ് പ്രൊപ്പൗണ്ട് ചെയ്തത് എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എൻ്റെ സ്റ്റുഡൻസ് മാർക്ക് ചെയ്യാൻ പോകുന്ന ഓപ്ഷൻ എ തന്നെയാണ്. വിക്ടർ വ്രൂം ആണ് എക്സ്പെക്റ്റൻസി തിയറി ഓഫ് ലേണിംഗ് പ്രൊപ്പൗണ്ട് ചെയ്തത്. ടോൾമാൻ എന്ത് തിയറിയാണ് പ്രൊപ്പൗണ്ട് ചെയ്തത്? സൈൻ തിയറി. തൊറൻഡിക്ക് കണക്ഷനിസം, ട്രയൽ ആൻഡ് എറർ തിയറി എന്നും നമുക്കതിനെ പറയാൻ പറ്റും. പാവ്ലോവ്, ഇവാൻ പാവ്ലോവ്, ദ ഫേമസ് ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറിയാണ് അദ്ദേഹം പ്രൊപ്പൗണ്ട് ചെയ്തത്. So with this note we are concluding. Let's see in the next video. Till then, work hard and study well. That's it. Thank you.